ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഡാനി. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആയിരിക്കും. ഞാൻ ഇന്നൊരു ട്രിപ്പ് പോവാണ്, ഹംപിക്കാണ് പോകുന്നത്. സോ ബാംഗ്ലൂരിൽ നിന്ന് ഹൊസ്പേട്ടയിലേക്കാണ് ബസ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ ചെന്ന് പ്ലേസസ് കാണുന്നതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഫൈനലി ഐ എം ഗോയിങ് ടു അപ്ലോഡ് ദിസ് വീഡിയോ. അങ്ങനത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഹംപിക്ക് വിടുകയാണ് കേട്ടോ. ബാംഗ്ലൂർ ടു ഹൊസ്പേട്ട ആയിരുന്നു ബസ്. സുകുമാർ ടൂറിസ്റ്റിൽ non-AC സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് 6-6:15 ആയപ്പോഴത്തേക്കും ഹൊസ്പേട്ട ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ ചെന്നൊരു കാപ്പിയൊക്കെ കുടിച്ച് ചില്ലായിട്ട് ഇരിക്കുകയായിരുന്നു. ഫസ്റ്റ് ബസ് വന്നു, ചാകര പോലെ ആളായിരുന്നു ഗൈസ്. എന്നിട്ട് ഞങ്ങൾ സെക്കൻഡ് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അത് വന്നപ്പോൾ കുറച്ച് ലേറ്റായി. എന്നിട്ട് ഞങ്ങൾ ബസ് കയറി, ഹംപി ബസ് കയറി കഡിറാംപുര എന്ന് പറഞ്ഞ പ്ലേസിൽ ഇറങ്ങി. അവിടെയായിരുന്നു ഞാൻ ഹോം സ്റ്റേ ബുക്ക് ചെയ്തിരുന്നത്. അവിടെ ചെന്ന് കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഹംപിയുടെ ഹൃദയഭാഗത്തേക്ക് വിടുകയാണ്. ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്നത് റോയൽ എൻക്ലോഷർ ഭാഗത്തേക്കാണ്. നാളെ ആയിരിക്കും, അതായത് ഡേ 2 ഞങ്ങൾ ഹംപി ബസാർ സൈഡിലേക്ക് പോകുന്നത്. അവിടെയാണ് ടെമ്പിൾസ് ഒക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ TVS XLൽ ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ക്വീൻസ് പാത്ത്. സോ അവിടെ എത്തിയപ്പോൾ തന്നെ ഹംപി ഗൈഡായിട്ട് ഒരു ബുക്ക് ഞങ്ങൾ മേടിച്ചു. എന്നിട്ട് ഇതാ ഉള്ളിലേക്ക് കയറുകയാണ്. സോ ഇതാണ് ബുക്ക്. സോ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. സോ പേര് പോലെ തന്നെ പണ്ടത്തെ രാജ്ഞിമാർ ഇവിടെയാണ് കുളിച്ചുകൊണ്ടിരുന്നത്. രാജ്ഞിമാർക്ക് കുളിക്കാൻ വേണ്ടി പണിയിപ്പിച്ച ഒരു സംഭവമാണ് കേട്ടോ ഇത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ലൊരു പച്ചപ്പും ഹരിതാപും ഒക്കെ ആയിട്ട് നല്ലൊരു ഏരിയ ആണുള്ളത്. ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഭയങ്കര പീസ്ഫുള്ളാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയതൊരു ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ആളൊന്നും കാണില്ലെന്ന് വിചാരിച്ച് പോയതാണ്, പക്ഷെ ഭയങ്കരമായിട്ട് ചമ്മിപ്പോയി ഗൈസ്. സോ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ക്വീൻസ് പാത്തിൻ്റെ ആർക്കിടെക്ചർ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറാണ് കേട്ടോ. ഇതൊരു റെക്ടാങ്കുലർ ഷേപ്പിൽ വരുന്നൊരു ബിൽഡിംഗ് ആണ്. സോ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ രാജ്ഞിമാർ മാത്രമല്ല രാജാക്കന്മാരും ഇവിടെയാണ് വന്ന് കുളിച്ചുകൊണ്ടിരുന്നത്. ഇവരുടെ ഒരു സ്വിമ്മിംഗ് പൂൾ തന്നെയായിരുന്നു ഇത് പണിതത് വിജയനഗര കിങ്ഡമിൽ അച്യുതരായ എന്ന് പറയുന്ന കിങ് ഉണ്ടായിരുന്ന സമയത്താണ്. പുള്ളിയാണ് ഈ സ്വിമ്മിംഗ് പൂൾ പണിയിപ്പിച്ചത്. മെയിൻലി അവർക്കൊരു ലാവിഷ് ബാത്ത് വേണം, അത്രയേ ഉള്ളൂ. ഇവിടേക്ക് പല കൽപ്പാത്തികൾ വഴിയാണ് തുംഗഭദ്ര റിവറിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരുന്നത്. ഇവിടെ കുറേ കിളിവാതിലുണ്ട് ഗൈസ്. ഞങ്ങൾ അതിൽ കൂടെ ഒക്കെ ഒളിഞ്ഞു നോക്കി, ആരും കുളിക്കുന്നുണ്ടായിരുന്നില്ല. ഓൾസോ ഈ ക്വീൻ ബാത്ത് ലൊക്കേറ്റ് ചെയ്യുന്നത് റോയൽ എൻക്ലോഷറിൻ്റെ എൻട്രൻസിലാണ് കേട്ടോ. സോ അതൊക്കെ ഫുള്ള് ഞങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത് റോയൽ എൻക്ലോഷറിലാണ്. ഇത് ഹംപിയിലെ തന്നെ ഒരു മെയിൻ സ്പോട്ടാണ്. ഇതിൽ ഫസ്റ്റ് കാണാനുള്ളത് മഹാനവമി ഡിബ്ബ. പക്ഷേ ബിഫോർ ദാറ്റ് റോയൽ എൻക്ലോഷർ എന്ന് പറയുന്നത് വിജയനഗര കിങ്ഡമിലെ ഒരു സീറ്റ് ഓഫ് പവർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവിടെ 3 എൻട്രൻസ് ആണുള്ളത്. 2 നോർത്തിലും 1 വെസ്റ്റിലും ആയിട്ടാണ് ഉള്ളത്. സോ ഇവിടെ 45ഓളം ബിൽഡിങ്സ് ആണുള്ളത്. ദർബാർ ഹാൾസ്, പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ടാങ്ക്സ് ഉണ്ട്, പിന്നെ അണ്ടർഗ്രൗണ്ട് ചേംബേഴ്സും ടെമ്പിൾസും ഒക്കെ ഈ ഒരു എൻക്ലോഷറിനകത്ത് തന്നെ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ പലതും അന്നത്തെ കാലത്ത് തന്നെ ആ ഒരു യുദ്ധത്തിൽ നശിപ്പിക്കപ്പെട്ടു. ഈ കാണുന്നതാണ് മഹാനവമി ഡിബ്ബ. ഇത് ഹംപിയിലെ തന്നെ ഒരു മെയിൻ പ്ലാറ്റ്ഫോമാണ്. ഒഡീസ കീഴടക്കിയ കാലത്ത് അന്നത്തെ രാജാവായ കൃഷ്ണദേവരായർ അതിൻ്റെ വിജയത്തിൻ്റെ സന്തോഷത്തിനായിട്ട് പണിയിപ്പിച്ച ഒരു പ്ലാറ്റ്ഫോമാണിത്. ഇത് ബേസിക്കലി ഒരു മണ്ഡപമാണ്. ഇവിടെ ഇരുന്നുകൊണ്ടാണ് രാജാവ് ആക്വാട്ടിക് സ്പോർട്സും റോയൽ ആനിമൽസിൻ്റെ ഷോസും മ്യൂസിക്കൽ പെർഫോമൻസസും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നവരാത്രി സെലിബ്രേഷൻസും കണ്ടുകൊണ്ടിരുന്നത്. ഇതുപോലുള്ള കൽപ്പാത്തികളായിരുന്നു ഗൈസ് പണ്ടത്തെ കാലത്ത് വാട്ടർ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊക്കെ പണ്ടത്തെ കാലത്തെ പട്ടാളക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പാത്രങ്ങളാണ് കേട്ടോ. ഇവിടെ ചോറ്, ഇവിടെ പുളിശ്ശേരി, ഇവിടെ സാമ്പാർ,
ഇവിടെ തോരൻ, അവിടെ അവിയൽ, കൂട്ടിക്കൊഴിച്ച് സൂപ്പർ. ഈ കാണുന്നതാണ് ഗൈസ് പുഷ്കരണി. ഹൈന്ദവ ആചാരങ്ങൾക്കും പൂജകൾക്കുമായിട്ട് വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ കുളത്തിൽ നിന്നാണ്. ഹംപിയിലുള്ള പല ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സിലും നമുക്ക് ഇതേപോലത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കൾപ്ചേഴ്സ് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. സോ ഇത് മഹാനവമി ഡിബയിലേക്ക് കയറുന്ന ബാക്ക് എൻട്രൻസ് ആണ്. ഈ വഴിയായിരുന്നു രാജാവ് കയറിക്കൊണ്ടിരുന്നത്. ഈ മണ്ഡപത്തിൽ നിന്നാണ് പല രാജാക്കന്മാരും അവരുടെ പ്ലെഡ്ജ് ചെയ്തിരുന്നത്. ഹംപിയിൽ വന്നാൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനവമി ഡിബയുടെ മേളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ കാണാം. ഇതാണ് ഗൈസ് അണ്ടർഗ്രൗണ്ട് ചേംബർ, ഇല്ലെങ്കിൽ സീക്രട്ട് ചേംബർ. സോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറി പോകുമ്പോൾ നമുക്ക് വാൾസൊക്കെ ബ്ലാക്ക് കളറിൽ കാണാൻ പറ്റും. സോ ഈ വാൾസൊക്കെ ബ്ലാക്ക് സ്റ്റോണിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സീലിംഗ്, സെൻട്രൽ സീലിംഗ് ഓൾറെഡി നശിപ്പിക്കപ്പെട്ടു. അതുകൊണ്ടാണ് നമുക്ക് ഓപ്പൺ സ്കൈ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ പറ്റും. സോ ഇതൊരു സർക്കുലർ ഓർ റൗണ്ട് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി പോയി കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് കയറുന്നിടത്തേക്ക് തന്നെ നമുക്ക് എത്താൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലൊരു റൂമുണ്ട് ഗൈസ്. ആ റൂമിലായിരുന്നു രാജാവും മന്ത്രിമാരും അവരുടെ സീക്രട്ട് ആയിട്ടുള്ള മീറ്റിംഗ്സ് അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഹോഴ്സ് ട്രഫ് ആൻഡ് എലിഫൻറ്റ് ടാങ്കിൻ്റെ അടുത്തേക്കാണ്. ഇതാണ് ഹോഴ്സ് ട്രഫ്. ഇത് ഒറ്റ കല്ലിൽ നിർമ്മിച്ച ഒരു ട്രഫാണ്. ഇതിലായിരുന്നു ഹോഴ്സസ് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ 2000 ലിറ്റർ വരെ വെള്ളം കൊള്ളുമെന്നാണ് ആ ഒരു ഹിസ്റ്ററിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എലിഫൻറ്റ് ടാങ്ക് കാണാൻ പറ്റും. അവിടെ ആനകൾക്ക് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ടായിരുന്നു ആ ടാങ്ക് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ചെറിയൊരു ടാങ്കാണ്. ഇതിലും ഒരു 2000 ലീറ്റേഴ്സ് ഓഫ് വെള്ളം അതിൽ കൊള്ളുമായിരുന്നു. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഹസാര രാമചന്ദ്ര ടെമ്പിളിലാണ്. ഇത് റോയൽ ഏരിയയിൽ തന്നെ വരുന്ന ഒരു ടെമ്പിളാണ്. ഹസാര രാമ ലിറ്ററലി മീൻസ് 1000 രാമാസ്. സോ ഇതിൻ്റെ റെലിക്സും സ്റ്റോൺസും ഒക്കെ ഡിപ്പിക്റ്റ് ചെയ്യുന്നത് രാമായണ സ്റ്റോറിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ചെറിയ ടെമ്പിൾ നമുക്ക് കാണാൻ പറ്റും. ഇത് കിങ്ങിൻ്റെയും റോയൽ ഫാമിലീസിൻ്റെയും ഒരു പ്രൈവറ്റ് ടെമ്പിൾ ആയിരുന്നു ആ ഒരു ടൈമിൽ. സോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു സ്റ്റോൺസിലും റെലിക്സിലൊക്കെ കാണാൻ പറ്റുന്നത് നല്ല സ്കൾപ്ചേഴ്സാണ്. 500 വർഷം പഴക്കമുള്ള ഈ മോണുമെൻറ്റ്സും അമ്പലങ്ങളൊക്കെ കാണുമ്പോൾ അന്നത്തെ കാലത്തെ ക്രാഫ്റ്റ്സ്മെൻമാരുടെ കഴിവുകളൊക്കെ കണ്ട് വണ്ടറടിച്ച് പോവുകയാണ്.
ഈ ഹസാര രാമചന്ദ്ര ടെമ്പിളിൻ്റെ അകത്തും പുറത്തുമായിട്ട് ഒരുപാട് സ്കൾപ്ചേഴ്സ് ഉണ്ട് കാണാൻ. ഞങ്ങൾ ഫുൾ ഒരു റൗണ്ടൊക്കെ അടിച്ച് ചുറ്റി നടന്ന് കണ്ടു. ശരിക്കും കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. 14-ാം നൂറ്റാണ്ടിൽ ഹക്ക ആൻഡ് ബുക്ക എന്ന 2 സഹോദരന്മാരായിരുന്നു വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്. അക്കാലത്ത് വിജയനഗര എംപയറിൻ്റെ ക്യാപിറ്റലായിരുന്നു ഹംപി. 16-ാം നൂറ്റാണ്ടിൽ കൃഷ്ണദേവരായരുടെ ഭരണത്തോടുകൂടെ ഹംപി ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ആൻഡ് റിച്ചസ്റ്റ് സിറ്റിയായി മാറി. അങ്ങ് കൃഷ്ണ നദി മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടന്ന സാമ്രാജ്യമായിരുന്നു വിജയനഗരം കിങ്ഡം. AD 1500-കളിൽ ബീജിംഗ് കഴിഞ്ഞാൽ ഏറ്റവും പോപ്പുലേഷനുള്ള സിറ്റിയായിരുന്നു ഹംപി. വാർ ഓഫ് തളിക്കോട്ടയ്ക്ക് ശേഷമാണ് ഹംപിയുടെ പവർ നഷ്ടപ്പെടുന്നത്. ഡെക്കൻ സുൽത്താനേറ്റുമായിട്ടുള്ള യുദ്ധത്തിൽ വിജയനഗര സാമ്രാജ്യം തോൽക്കുകയും നീണ്ട 6 മാസക്കാലം ഹംപിയിൽ കൊലയും കൊള്ളിവെപ്പും നടക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. 500 വർഷങ്ങൾക്ക് ശേഷവും ഇന്ന് കാണപ്പെടുന്ന പല മോണ്യുമെൻറ്റ്സും ആർക്കിയോളജിക്കലി ഡിസ്കവർ ചെയ്തതാണ്. അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് സനാന എൻക്ലോഷർ ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ലോട്ടസ് മഹൽ, എലിഫൻറ്റ് സ്റ്റേബിൾ, ക്വീൻസ് ബേസ്മെൻറ്റ് ഇതൊക്കെ വരുന്നത്. റോയൽ ലേഡീസിന് വേണ്ടി നിർമ്മിച്ചൊരു ഫോർട്ടായിരുന്നു സനാന എൻക്ലോഷർ. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണ് ലോട്ടസ് മഹൽ. ഈ കാണുന്നതാണ് ക്വീൻസ് പാലസ് ബേസ്മെൻറ്റ്. സോ ഇവിടെയായിരുന്നു ക്വീൻസ് പാലസ് ഉണ്ടായിരുന്നത്. യുദ്ധത്തിന് ശേഷമാണ് പാലസ് തകർക്കപ്പെട്ടത്. ഈ സനാന എൻക്ലോഷറിലെ മെയിൻ ഹൈലൈറ്റ് ആണ് ലോട്ടസ് മഹൽ ഓർ കമൽ മഹൽ. ഹംപിയിൽ തകർക്കപ്പെടാത്ത വളരെ കുറച്ച് മോണ്യുമെൻറ്റ്സിൽ ഒന്നാണ് ലോട്ടസ് മഹൽ. ഈ ലോട്ടസ് മഹലിലായിരുന്നു രാജ്ഞിയും രാജാവും ഒക്കെ അവരുടെ റിക്രിയേഷണൽ ആക്ടിവിറ്റീസിന് വന്നിരുന്നത്. ഈ ലോട്ടസ് മഹൽ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിലാണ് പണിതിരിക്കുന്നത്. ഓൾസോ ഇതിനു ചുറ്റും ടവേഴ്സ് ഉണ്ട് ആൻഡ് 24 പില്ലേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു മഹലാണ് ഈ കമൽ മഹൽ. ഹംപിയിലുണ്ടല്ലോ രാജാക്കന്മാർക്ക് മാത്രമല്ല ആനകൾക്ക് വരെ കൊട്ടാരങ്ങളുണ്ട്. അതാണ് ഈ എലിഫൻറ്റ് സ്റ്റേബിൾ. ഈ ആന കൊട്ടാരത്തിൽ 11 ആർച്ചുകളിൽ 8 ഓപ്പൺ ആർച്ച് 3 ക്ലോസ്ഡ് ആർച്ചാണ് ഉള്ളത്. ഹംപി ഒരു ഹിന്ദു കിങ്ഡം ആയിരുന്നെങ്കിലും മോസ്റ്റ് ഓഫ് ദി മോണ്യുമെൻറ്റ്സ് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിലാണ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വൺ ഫൈനസ്റ്റ് എക്സാമ്പിളാണ് ഈ എലിഫൻറ്റ് സ്റ്റേബിൾ. ഹംപിയിലെ തന്നെ ഓൾഡസ്റ്റ് ടെമ്പിളിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. പ്രസന്ന വിരൂപാക്ഷ ടെമ്പിൾ ഓർ അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ. അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഇനിയും താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ടെമ്പിളിൻ്റെ പ്രതിഷ്ഠ ആൻ അവതാർ ഓഫ് ലോർഡ് ശിവ വിച്ച് ഇസ് പ്രസന്ന വിരൂപാക്ഷ. മോൺസൂൺ സീസണിൽ അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതാണ് പതിവ്. ഇന്നത്തെ ലാസ്റ്റ് സ്പോട്ടാണ് ഈ കൃഷ്ണ ടെമ്പിൾ, വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ടെമ്പിൾസ് ഇൻ ഹംപി. ആക്ച്വലി ഇത് കാണാൻ വേണ്ടി വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ച് പോകുന്ന വഴിക്ക് ഇത് കണ്ടു, അങ്ങനെ കയറിയതാണ്. പക്ഷേ ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ ശരിക്കും മിസ് ചെയ്തേനെ. ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ്, എന്ത് ബ്യൂട്ടിഫുൾ ടെമ്പിളാണ്. കൃഷ്ണ ടെമ്പിൾ ഇസ് ഡെഡിക്കേറ്റഡ് ടു ബാലകൃഷ്ണ. ഈ ടെമ്പിളിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഊട്ടുപുര വരുന്നത്. 16-ാം നൂറ്റാണ്ടിൽ കൃഷ്ണദേവരായർ പണിയിപ്പിച്ച ബ്യൂട്ടിഫുൾ ടെമ്പിളാണ് കൃഷ്ണ ടെമ്പിൾ. ഹംപിയിൽ വന്ന സൺറൈസ് ആൻഡ് സൺസെറ്റ് ഇസ് എ മസ്റ്റ്. സോ സൺസെറ്റ് കാണാൻ വേണ്ടി ഞങ്ങൾ പോയത് ഹേമകൂട്ട ഹിൽസിലാണ്. അത് വിരൂപാക്ഷ ടെമ്പിളിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഹേമകൂട്ട ഹിൽസിൻ്റെ മേളിൽ കുറേ കുഞ്ഞു കുഞ്ഞു ടെമ്പിൾസ് ഉണ്ട്. സോ ഞങ്ങൾ ആ മലയൊക്കെ കയറി കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും സൺ മെല്ലെ സെറ്റായി.
അങ്ങനെ ഡേ 1 വിശേഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഡേ 2 വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.